ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മത്തി കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുക്കറിൽ വേവിച്ചിട്ടാണ് ഈ മത്തിപ്പരട്ട് തയ്യാറാക്കുന്നത്. അതാണ് ഇന്ന് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. ഇത്രയും മത്തിയാണ് കേട്ടോ അതിനെടുത്തിട്ടുള്ളത്. അത് നല്ലോണം വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് 6-7 ചുള വെളുത്തുള്ളി, 2 ചുള ചെറിയുള്ളി, മല്ലിയും മുളകും കൂടി പൊടിച്ചത് 1 ടീസ്പൂണ്, പാകത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇതൊക്കെ കൂടി മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്തിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പെരുംജീരകപ്പൊടി ഉണ്ടെങ്കിൽ അത് ലേശം ചേർത്തി കൊടുക്കുക. എനിക്ക് ആ പൊടി ഇല്ലാത്തതിനെ കൊണ്ട് ഞാനതിൽ ചേർത്തി കൊടുക്കണില്ല. ഇനി ഇതൊക്കെ കൂടി നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതാ ഇതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ നന്നാക്കി വെച്ച മത്തിയിലേക്ക് ആ മിക്സ് ഇട്ടിട്ട് ഒക്കെ കൂടി നല്ലോണം ഒന്ന് കൂട്ടി കുഴച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ അരപ്പ് ശരിക്കും ആ മീനിലേക്കൊന്ന് പിടിക്കട്ടെ. മത്തി പീര, മത്തി മുളകിട്ടത്, മത്തി തേങ്ങ അരച്ച് കറി വെച്ചത്, അങ്ങനെ പല വിഭവങ്ങളും മത്തി കൊണ്ട് കഴിച്ചിട്ടുണ്ട്. ഈ കുക്കറിൽ ഇങ്ങനെ ഒരു മത്തിപ്പരട്ട് ആരെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ. ഒരു കുക്കർ അടുപ്പത്ത് വയ്ക്കുക. കുക്കർ ചൂടായി വന്നപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു 1/2 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക. അപ്പം കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ഉലുവട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഉലുവി കടുകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു വലിയ സവാളേൻ്റെ പകുതിയാണ് കേട്ടോ, അത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് പകരം ചെറിയ ഉള്ളി ആയാലും മതി കേട്ടോ. ഞാൻ പിന്നെ ചെറിയ ഉള്ളി അധികം ഇല്ലാത്തതിനെ കൊണ്ടാണ് അതെടുത്തത്. ഇനി ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റി വരട്ടെ. അപ്പോൾ ഉള്ളി തക്കാളിയൊക്കെ നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ആ മീൻ ഓരോന്നായിട്ട് അതിൻ്റെ മേതങ്ങനെ അടുക്കി വയ്ക്കുക. ഈ മീനൊക്കെ ഇങ്ങനെ കുക്കറിൽ അടുക്കി വെച്ചതിന് ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു മൂടിയിട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നാൽ ഗ്യാസ് ഓഫാക്കുക. ഒരു 2-3 മിനിറ്റ് കുക്കറിൽ അങ്ങനെ വെച്ചതിന് ശേഷം എയർ പോക്കിയിട്ട് മൂടി തുറക്കുക. മറ്റ് മീൻ ഉടയാനുള്ള സാധ്യത ഉണ്ട്. ആ കുക്കർ തുറക്കുന്ന ഭാഗമൊക്കെ ഞാൻ വീഡിയോ പിടിക്കാൻ വിട്ടുപോയതാണേ. ഇപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ആ മത്തി കിട്ടിയിട്ടുണ്ടാവുക. അടിപൊളി ടേസ്റ്റാണ് ഈ കുക്കർ മത്തിക്ക്. ഇതിൻ്റെ ഒരു സ്പൂണ് ഗ്രേവി മതി കേട്ടോ ഒരു പാത്രം ചോറുണ്ണാനായിട്ട്. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇനി മത്തി കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ. ഇതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ തോന്നും. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോവരുതേ. കമൻറ്റും എഴുതി അറിയിക്കണേ.